നമുക്കേ കളരിക്ക് പോയാലോ? ബാ. കളരിയെപ്പറ്റി ഒരു കഥ സൊല്ലട്ടുമാ. വടക്കൻ മലബാറിൽ ജീവിച്ചിരുന്ന ഒരു വലിയ പരാക്രമിയുണ്ടായിരുന്നു. ധീരനായ ഒരു കളരി അഭ്യാസി എന്ന്. പുള്ളിക്കാരൻ ഭയങ്കര ധീരനും പരാക്രമിയും അതും കിട്ടുന്നതെല്ലാം രണ്ട് തുണ്ടമാക്കണം എന്നുള്ള രീതിയിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ പ്രധാന ഗുരുക്കന്മാരിൽ ഒരാളായിട്ടുള്ള കതിരൂർ ഗുരുക്കളുമായിട്ട് ഒരിക്കൽ അംഗം കുറിക്കേണ്ടി വന്നു. കതിരൂർ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ ക്ഷമാശീലനും പരിചയസമ്പന്നനും ഒക്കെയാണ്. അങ്ങനെ ഇവർ തമ്മിൽ പൊന്നിയെ തങ്കത്തട്ടി വെച്ച് കളരി പയറ്റ് തുടങ്ങി. തച്ചോളിയോധനൻ ഭയങ്കര പരാക്രമിയായിരുന്നു. പുള്ളിക്കാരൻ പുള്ളിയുടെ അഭ്യാസ അടവുകൾ മൊത്തം എടുത്ത് വെട്ടി തട്ടി ലാസ്റ്റ് പുള്ളിക്കാരൻ പാട്ടമായി. പക്ഷേ കതിരൂർ ഗുരുക്കൾ ക്ഷമയോടെ നിന്നു. കാരണം എന്താണെന്നറിയോ? ക്ഷമയും സഹനവുമാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഒരു കളരി അഭ്യാസിക്ക് ആദ്യം വേണ്ടത് ക്ഷമയും സഹനവും. അങ്ങനെ ലാസ്റ്റ് ക്ഷീണിതനായ നമ്മുടെ തച്ചോളിയോധനനെ കതിരൂർ ഗുരുക്കൾ പരാജയപ്പെടുത്തുമായിരുന്നു. തച്ചോളിയോധനൻ പെട്ടപ്പായി കതിരൂർ ഗുരുക്കൾ ജയിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും ക്ഷമയോടും സഹനത്തോടും അത് പഠിച്ചാൽ മാത്രം പോരാ. നിത്യാഭ്യാസം ആനയെ ചുമക്കും. നിത്യം അഭ്യാസം ചെയ്യുക, ക്ഷമയോടെ കേൾക്കാം, കാണുക, കേൾക്കുക, ഇതൊക്കെയാണ്. ഞാൻ ഞങ്ങളുടെ കളരിയിലെത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പം തിരിച്ചിറങ്ങിയപ്പം ഒരു ഉപ്പ് സോഡ മേടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ഏത് ഉപ്പ് സോഡ കേട്ടോ? ഇവിടെ 10 രൂപ. നിങ്ങളുടെ ഇവിടെ ഉണ്ടോ? അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ദാണ്ട് ഇതുവഴി നടക്കുന്നൊരു ചാവാലി ഇവിടെ നിൽക്കുന്നു. ഞാൻ എന്നെ ചാവാലി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കണ്ടവാണ്. അപ്പം എൻ്റെ കഥയും നാടും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. ബൈ.